ചേറുപോലെ നാറുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വല്ലാത്ത സാഹചര്യങ്ങൾ അനേകരുടെ വഴിവെളിച്ചത്തിന്, അനേകരുടെ ജീവിതത്തിൽ പ്രകാശം സൃഷ്ടിക്കുന്നതിന് എൻ്റെ യേശു ഒരു കാരണമാക്കും. പലപ്പോഴും അവഗണനയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ടു പോകുന്നവരെ സെലക്ട് ചെയ്ത് പെരുവഴികളിൽ തൻ്റെ മഹാത്ഭുതത്തിൻ്റെ വലിയ കാഴ്ചകൾ ഒരുക്കുവാൻ യേശു ജീവിതങ്ങളെ എക്കാലവും തിരഞ്ഞെടുക്കാറുണ്ട്. ഇന്നത്തെ ദൈവാലോചന കേൾക്കുവാൻ കാത്തിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നാറുന്ന ചേറുകൊണ്ടും അന്ധമായി പോയ കുരുടൻ്റെ കണ്ണിൽ കാഴ്ചയുടെ വസന്തം തെളിയിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തെളിയിച്ച നസ്രയനായ യേശു നിങ്ങളുടെ ജീവിതത്തെയും ഇന്ന് രാവിലെ തൊടാൻ പോകുകയാണ്. നിങ്ങളുടെ ലൈഫിനെയും അവിടുന്ന് ഏറ്റെടുക്കുന്നത് വെറുതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല. ആർക്കും ഇതുവരെയും സാധിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ സംജാതമാക്കാൻ ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ വിസിറ്റ് ചെയ്യുന്ന ദിവസമാണിത്. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും നമ്മളോട് നീതിപൂർവം പെരുമാറാറില്ല. ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ് ചിലപ്പോൾ ഏറ്റവും ആഴത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്നത്. ഏറ്റവും വിശ്വസിച്ചവരാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളെ വഞ്ചിച്ച് കളയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുകയും ചെയ്യുമെന്ന് വളരെ തിടുക്കത്തോടുകൂടെ കാത്തിരിക്കുന്ന ദൈവമക്കളാണ് പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിൻ്റെ ഉത്തരങ്ങൾക്ക് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഏറ്റവും നല്ല മനുഷ്യർ പലപ്പോഴും ഏറ്റവും വലിയ യുദ്ധങ്ങൾ നേരിടും. ഏറ്റവും ആത്മാർത്ഥത കാണിക്കുന്നവർ അതിക്രൂരമാം വിധം പലപ്പോഴും സംശയിക്കപ്പെടും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം നമുക്കുണ്ടാവും, എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെയൊക്കെ എനിക്ക് വരുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്? എൻ്റെ കുടുംബത്തെ ഒന്ന് ഓർക്കണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കണമേ. എന്തിനാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ എന്നെ കടത്തിവിടുന്നത്? ഈ പോരാട്ടം എന്ന് തീരും? എന്നെൻ്റെ കണ്ണുനീരൊന്ന് ഉണങ്ങും? ഇങ്ങനെ ജീവിതത്തിൽ വല്ലാത്ത ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ പല സാഹചര്യങ്ങളിലും ഒന്നിനു പുറകെ ഒന്നായി ഉടലെടുത്ത് വരാറുണ്ട്. സ്നേഹിതരെ, ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലം യുദ്ധഭൂമിയല്ല. ഉത്തരം കിട്ടാതെ പോകുന്ന ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഇരുണ്ട ചോദ്യങ്ങളുടെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളാണ്. ആ ഇരുണ്ട ചോദ്യങ്ങളുടെ മുറിയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് കഷ്ടകാലം എന്ന പേരിൽ പലപ്പോഴും വിളിച്ചു പറയുന്നത്. മനുഷ്യർ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ മരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് ശ്വാസം മുട്ടുന്നത്. ഇവിടെയാണ് പലരും ജീവിതം തന്നെ ഉപേക്ഷിക്കണമെന്നൊക്കെയുള്ളതായ തീരുമാനങ്ങളിലേക്ക് നിർബന്ധ ബുദ്ധിയാണ് കടക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഒരു സത്യം തുറക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സംശയങ്ങളല്ല. നിങ്ങളുടെ ജീവിതം ചോദ്യങ്ങളിലല്ല, ആരുത്തരം നൽകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് നിങ്ങളുടെ ലൈഫ് ഈ ദിവസങ്ങളിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരുവഴിയിലിരുന്ന ഒരു കുരുടനെക്കുറിച്ച് ചിലർ ചോദ്യം ചോദിച്ചു യേശുവിനോട്, ആരാണ് ഇവൻ ഈ ഗതികേടിലാകുവാൻ കാരണമായത്? കണ്ണു തുറക്കുവാനല്ല, അപ്പോഴും ഗതികേടിൻ്റെ കാരണക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനല്ല യേശു മെനക്കെട്ടത്. കർത്താവായ യേശു ഇനി ഒരുത്തനും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്ത രീതിയിൽ ആ പെരുവഴിയിലിരുന്ന യാചകനായ അന്ധൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കുവാനാണ് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന പെരുവഴിയിൽ സമയമെടുത്തത്. നിങ്ങളുടെ ജീവിതത്തിലും രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവ് ഇടപെടാൻ പോകുന്നത് ചിലരുടെയൊക്കെ ചോദ്യങ്ങൾക്കൊരു കേവലം ഉത്തരം വാക്കുകൾ നൽകാനല്ല, തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഇനി ചിലർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാത്തതുപോലെ, ഇനി ചിലർ നിങ്ങൾക്ക് നേരെ സംശയങ്ങൾ ഉന്നയിക്കാത്തതുപോലെ, ഇനി നിന്റെ മേൽ എഴുന്നേറ്റ് വരുന്ന ചില ആരോപണങ്ങൾ ക്രൂരമായ അമ്പുകളായി നിന്നെ നേരെ വന്ന് തറയ്ക്കാത്ത വിധം കർത്താവ് ഇന്ന് പകൽ ചില പ്രശ്നങ്ങൾക്ക് സദാകാലത്തേക്കും ഒരു പരിഹാരം ഒരുക്കുന്നു. ഒന്നുകൂടെ ഞാൻ കയറി പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ജനിച്ച ശേഷം ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തിയുടെ നല്ല കാഴ്ചകൾക്ക് നിങ്ങളുടെ ലൈഫ് വേദിയാകാൻ പോവുകയാണ്. ശത്രു നിന്റെ ജീവിതത്തെ ഒരു ശവക്കല്ലറയാക്കാൻ ശ്രമിച്ചേക്കാം. മനുഷ്യർ നിന്നെ ഒരു പരാജയ കഥയായി എന്നും എഴുതിയേക്കാം. സാഹചര്യങ്ങൾ നിങ്ങളെ ഒരു വല്ലാത്ത നോവിൻ്റെ അടിക്കുറിപ്പായി ഇങ്ങനെ മാറ്റി നിർത്തിയെന്ന് വന്നേക്കാം. പക്ഷെ ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന ഈ നിമിഷം, യേശു നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഈ സമയം, മനുഷ്യരെഴുതിയ എല്ലാ റിപ്പോർട്ടുകളും വിലയില്ലാത്തതായി മാറും. ദൈവത്തിൻ്റെ പൈതലേ,
ആരൊക്കെയോ ചോദിച്ച ചോദ്യങ്ങളും ആരൊക്കെയോ നിങ്ങളെക്കുറിച്ച് കണ്ടെത്തിയ നിഗമനങ്ങളും കർത്താവ് ഇന്ന് വലിച്ചു കീറി എറിഞ്ഞു കളയുന്നൊരു ദിവസമാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വളരെ ശക്തിയോടുകൂടെ പറയുന്നു, എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ വിധിയെഴുത്തുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള പലരുടെയും കണ്ടെത്തലുകൾ പൊട്ടക്കഥകളായിരുന്നു എന്ന് തെളിയിക്കുവാൻ നിങ്ങളുടെ മേൽ പലരും എഴുതി പൊക്കി ഉയർത്തി കെട്ടിവെച്ച ആരോപണങ്ങളുടെ വലിയ പർവ്വതങ്ങളെ ദൈവം എടുത്തു മാറ്റുന്ന ഒരു വലിയ കാഴ്ച കാണാൻ നിങ്ങളിന്ന് തയ്യാറായിക്കോ. കാരണം യേശു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഇടപെടാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രി കൂടെ നീ സങ്കടപ്പെട്ടത്, കഴിഞ്ഞ പകൽ കൂടെ നിന്റെ ഹൃദയത്തിൽ ആഹാരം കഴിക്കാൻ പോലും മനസ്സില്ലാതെ നോവായി തറഞ്ഞു കയറിയ വിഷയങ്ങൾ ദൈവകൃപ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി അതിശയകരമായതിനെ പരിഹരിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം മതി, ഒരു വാക്ക് മതി എൻ്റെ കർത്താവിന്, എൻ്റെ യേശുവിൻ്റെ ഒരു സ്പർശനം മതി. ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ മേൽ ഉണ്ടാകാൻ പോവുകയാണ്. വർഷങ്ങളായി പൂട്ടിക്കിടന്ന വാതിലുകൾ നിങ്ങൾക്ക് മേൽ തുറക്കുവാൻ നേരമാകുകയാണ്. വർഷങ്ങളാൽ മരിച്ചു കിടന്ന പ്രതീക്ഷകൾ ഉയർത്തെഴുന്നേൽക്കുവാൻ സമയമായിരിക്കുകയാണ്. വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ മിണ്ടാതെ പോയിരുന്ന മൗനത്തിലേക്ക് ഉറഞ്ഞുപോയ പല അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഉണരുവാൻ നേരമായിട്ടുണ്ട് എന്ന് ദൈവാത്മാവ് പറയുന്നു. അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു ബൈബിളിലെ കഥ കേൾക്കാനല്ല, ഒരു പ്രസംഗം കേട്ടിട്ട് അങ്ങ് പോകാനല്ല, ഒരു സത്യം കാണാനാണ്. നിങ്ങളുടെ പ്രശ്നം എത്ര പഴഞ്ചനാണെന്നുള്ളത് പ്രധാനമല്ല, നിന്റെ ജീവിതത്തിന് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് കാണാനാണ് ഇന്ന് പകൽ കർത്താവ് നിന്നോട് പറയുന്നത്. മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ ചരിത്രം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വെളിച്ചത്തിൻ്റെ ഭാവിയെ എഴുതാൻ പോവുകയാണ്. ഹല്ലേലൂയ! ഇന്ന് കർത്താവ് ഒരു കുരുടൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ വെളിച്ചത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വചനങ്ങളിൽ. ഹല്ലേലൂയ! അവിടെ കാണുന്ന കണ്ണുകളും എന്നാൽ ആ കണ്ണുകൾ കൊണ്ട് ആർക്കും കാണാൻ കഴിയാതെ പോയ ചില സത്യങ്ങളും യേശുവിന് മുമ്പിൽ സംശയമായിട്ട് ഉടലെടുക്കുകയാണ്. കണ്ണ് കാണാൻ വയ്യാത്ത ഒരു അന്ധൻ വഴിയിലിരിക്കുന്നു, പക്ഷേ അയാൾക്ക് യേശുവിനെ അനുസരിക്കുവാനുള്ള ഉൾക്കാഴ്ചയുണ്ട്. എന്നാൽ ഞങ്ങളുടെ കണ്ണുകളെല്ലാം കാണുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ജനസമൂഹം, അവർക്ക് ഒരു ദൈവപ്രവൃത്തി ഒരു മനുഷ്യൻ്റെ മേൽ സംഭവിക്കുന്നത് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത വിധം അവൻ ശാപത്തിന് വിധേയനായി പോയതുകൊണ്ട് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള നിലയിൽ തങ്ങളുടെ പെരുവഴികളുടെ ഏതോ കോണിലേക്ക് അവജ്ഞയോടുകൂടെ ആ മനുഷ്യനെ അവർ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ആരൊക്കെയോ എവിടെയൊക്കെയോ വലിച്ചെറിഞ്ഞു കളഞ്ഞ ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തുടിക്കുന്ന ആ മനുഷ്യൻ്റെ സ്വപ്നങ്ങളെ പിന്നെയും തിരികെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു നിലത്തു തുപ്പി ചേറുണ്ടാക്കിയ മനുഷ്യൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവൻ്റെ കാഴ്ചയുടെ സർഗശക്തിയെ പുറത്തു കൊണ്ടുവരുന്ന അത്ഭുതം നമ്മളിവിടെ കാണുകയാണ്. എവിടെയൊക്കെ പല കാരണങ്ങളാൽ ശാപങ്ങളുടെ പേരിലോ ജീവിതത്തിൻ്റെ രോഗങ്ങളുടെ പേരിലോ പലവിധമായ അക്രമങ്ങളിലൂടെയും അനർത്ഥങ്ങളിലൂടെയും കടന്നുപോയതിൻ്റെ പേരിലോ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു ശാരീരിക വൈകല്യത്തിൻ്റെ പേരിലോ നിങ്ങളുടെ പേരിന്മേൽ വന്നിരിക്കുന്ന ഒരു പേര് ദോഷത്തിൻ്റെ പേരിലോ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ ഒരു പൊട്ടിത്തകർച്ചയുടെ പേരിലോ നിങ്ങൾക്ക് വന്നൊരു ഭ്രാന്തിൻ്റെ പേരിലോ നിങ്ങൾക്ക് വന്നുപോയ പുറത്തു പറയാൻ വയ്യാത്തൊരു വൃത്തികെട്ട രോഗത്തിൻ്റെ പേരിലോ ജീവിതം തീർന്നുവെന്നൊന്നും ചിന്തിച്ചു കൂട്ടരുതേ. യേശു കടന്നു വരുന്നത് പ്രതീക്ഷകൾക്ക് ആണിയടിച്ച് ശവമടക്ക് നടത്തിപ്പോയിരിക്കുന്ന ജീവിത ശ്മശാനങ്ങളിൽ നിന്നും പിന്നെയും ലാസറിനെ പോലെ അതിനെ തിരിച്ചു പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് ഒരു നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ പുനരാഖ്യാനം നിങ്ങൾക്ക് മടക്കി തരുവാനാണ് നസ്രയനായ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയുടെ ജീവിത കാലഘട്ടത്തിലെ ആത്മീക അന്ധതയുടെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ ഒരു വലിയ നാൾവഴികളെ ഈ കുരുടൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഒരു ജനതയുടെ ഏറ്റവും വലിയ ദുരന്തം ശത്രുക്കളുടെ ആക്രമണമല്ല, ദൈവം അവർക്ക് വേണ്ടി തുറക്കുന്നത് കാലാകാലങ്ങളിൽ കാണാൻ കഴിയാതെ പോകുന്നതാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ ഈ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ വേദഭാഗത്ത് യേശു ഒരു കുരുടനെയാണ് സൗഖ്യമാക്കുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ സൗഖ്യം പ്രാപിക്കുന്നയാൾ റോഡരികിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നോക്കിയാൽ അവൻ മുഴുവൻ ഇസ്രായേൽ ജനതയുടെയും ഒരു പ്രതിബിംബമായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയം വെക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യ മനസ്സിനെയും അത് പ്രതിനിധീകരിക്കുന്നുണ്ട്. കേവലം ഒരു ജൂത ജനതയെ മാത്രമല്ല, ഒരു ജൂയിഷ് ബ്ലഡ് ലൈൻ മാത്രമല്ല ഇവിടെ പ്രതിപാദിക്കപ്പെടേണ്ടത്. പകരം ദൈവത്താൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്നും ഞാൻ ആത്മീയനാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു വ്യാഖ്യാന ശകലത്തിൻ്റെ അകത്ത് കൃത്യമായൊരിടത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. എന്നാൽ ആ മനുഷ്യൻ്റെ പ്രത്യേകത,
ദൈവം എൻ്റെ അരികിലുണ്ട്, ഞാൻ ദൈവമക്കനാണ്, ദൈവമകളാണെന്നൊക്കെ വിചാരിക്കുകയും കൂടെ ചെയ്യുന്ന ആ ജനതയുടെ പ്രത്യേകത എന്താണ്? അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും ഇത് ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ദൈവാലയം സ്വന്തമായിട്ടുണ്ടായിരുന്നു, നിയമങ്ങൾ അവർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയിരുന്നു, അവർക്ക് മൃഗബലികൾ ദൈവസന്നിധിയിൽ നടത്തുവാനുള്ള അവകാശമുണ്ടായിരുന്നു. പറഞ്ഞാൽ അതുപോലെ സംഭവിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ നാവുമായി വരുന്ന പ്രവാചകന്മാർ അവരുടെ ഇടയിൽ പലപ്പോഴും ഉദയം ചെയ്തിരുന്നു. അവരുടെ യുദ്ധവിജയങ്ങളൊക്കെ ആയുധ നൈപുണ്യങ്ങളാലായിരുന്നില്ല, പകരം ദൈവം അവരുടെ മുമ്പിൽ നിന്ന് അവർക്ക് കരവിരുതും ശക്തിയും അഭിഷേകവും നൽകുന്നതിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു അവർ ഏറിട്ട യുദ്ധങ്ങളിലൊക്കെയും അവർക്ക് കിട്ടിയിരുന്ന ജയങ്ങളെല്ലാം തന്നെ. പക്ഷേ എല്ലാ സമയങ്ങളിലും ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്നത് കാണാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്ധത ഇവിടെയാണ് ഉടലെടുക്കുന്നത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം മറന്നു പോകുമ്പോൾ, ദൈവം ചെയ്യുന്ന നന്മകളെ കാണാൻ കഴിയാതെ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കകത്തേക്ക് വീണുപോകുമ്പോൾ, സ്നേഹിക്കുവാനും കരുതുവാനും ദൈവപ്രവൃത്തികളെ ധ്യാനിക്കുവാനും പോലും നേരം കണ്ടെത്താൻ കഴിയാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വല്ലാത്ത ചില കാര്യകാരണങ്ങൾക്കിടയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെയും ദൈവിക ബന്ധത്തെയും ഒരു മൂലയ്ക്ക് നാം മാറ്റിവെച്ച് ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ തിമിരാന്ധത അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ദൈവം ഈ ഭൂമിയിൽ ഏതൊരു ജനതയേക്കാളും ആത്മാർത്ഥതയോടെ നടത്തിയിട്ടും അവരാണ് ഈ ലോകത്ത് ദൈവത്തെ ഏറ്റവും കൂടുതൽ സംശയിച്ചത്. പലപ്പോഴും ആത്മീയരേക്കാൾ കൂടുതൽ ദൈവകൃപകളെ പുറത്തുനിന്ന് കാണുന്ന മനുഷ്യർക്ക് ദൈവവിശ്വാസം വളരെ കൂടുതലാണ്. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കരുതുന്നവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ദൈവകൃപയുടെ പരിധിക്ക് പുറത്താണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം കൂടുതലായി ദർശിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവത്തെ അവർക്ക് കാണേണ്ട സമയങ്ങളിലൊക്കെയും അവർ ദൈവപ്രവൃത്തിയെ കണ്ടിട്ടും കർത്താവിന് ഹൃദയം കാണാതെ പോയ അന്ധന്മാരായിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ഈ അവസ്ഥ ആരംഭിച്ചത് മിസ്രൈമിൽ വെച്ച് തന്നെയാണ്. ജോസഫിൻ്റെ കാലത്ത് ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ കുടുംബമായിരുന്നു. പക്ഷേ ഏതാനും തലമുറകൾക്ക് ശേഷം അവർ അവിടെ അടിമകളായി പോയി. അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ ഫലം അടിമ നുഖങ്ങൾ തകർക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അഭിഷേകത്തിൻ്റെ അപര്യാപ്തത അടിമത്വത്തെ വലുതാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അവരുടെ പൂർവികനായിരുന്ന യോസഫിലൂടെയും അവരുടെ പൂർവികനായിരുന്ന യാക്കോബിലൂടെയും എല്ലാം കിട്ടിയിരുന്നതായ ആത്മീയ അനുഗ്രഹങ്ങളെയും അഭിഷേകങ്ങളെയും തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രബലപ്പെടുത്തുന്നതിന് പകരം അവർ അതിലൊക്കെയും ഒരു വീഴ്ച വരുത്തുകയും പകരം തങ്ങളുടെ കഴുത്തിൽ അവർ മിസ്രൈമിൻ്റെ ഈജിപ്തിൻ്റെ ആ നുഖങ്ങളെ പ്രബലപ്പെടുത്തുകയും ചെയ്തു. ഈ അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ കാഠിന്യം അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് ദർശനമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ദർശന നഷ്ടമാണ് അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വ്യക്തി ബന്ധിക്കപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് സാത്താൻ അവൻ്റെ കയ്യോ കാലോ വെട്ടിക്കളയുന്നൊരു ചിത്രമല്ല കൊണ്ടുപോകുന്നത്. നിൻ്റെ കൈ കൊണ്ട് നിനക്കിനി ഒരിക്കലും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ളതായൊരു വിശ്വാസം, തെറ്റായൊരു വിശ്വാസമാണ് സൃഷ്ടിക്കുന്നത്. നിൻ്റെ പ്രാർത്ഥന കൊണ്ട് നിനക്കിനി ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധമാണ് പിശാച് മനുഷ്യ മനസ്സുകളിലേക്ക് ഉരുട്ടിക്കയറ്റി വെക്കുന്നത്. ഇന്ന് രാവിലെ അതൊക്കെ തകർന്നു മാറിപ്പോകട്ടെ. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു യേശു എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവത്തിൻ്റെ കരം എൻ്റെ ഒപ്പമുണ്ട്, ഞാൻ തളർന്നു പോകുകയില്ല, എൻ്റെ കർത്താവിനെ കൈവിടുകയില്ല, ഞാൻ എത്ര വീണുപോയാലും എഴുന്നേൽപ്പിക്കുവാൻ യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇന്ന് രാവിലെ ഈ ഒരു വിശ്വാസം നിങ്ങളുടെ അകത്തേക്ക് കയറി വരട്ടെ. നീ രക്ഷപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും, നിന്റെ ജീവിതത്തിൽ നന്മകൾ വരും. ഇല്ല എങ്കിൽ ഇന്ന് രാവിലെ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുകയില്ല. അങ്ങനെ രാജകീയമായി ജീവിച്ചവർ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ മഹാജനത മിസ്രൈമിൽ ഓരോ ദിവസവും ഇഷ്ടിക ഉണ്ടാക്കുന്ന മനുഷ്യന്മാരായിട്ട് മാറി. ഓരോ ദിവസവും ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് ഭാവി കാണുവാൻ ബുദ്ധിമുട്ടാണ്. ദിവസവും ജീവൻ നിലനിർത്തുവാനുള്ള പോരാട്ടത്തിൽ കഴിയുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ കാണാൻ വലിയ പ്രയാസമാണ്. ഇന്നും പലരും അതേ അവസ്ഥയിൽ തന്നെയാണ്. അവർക്ക് ദോഷങ്ങളോ ദുഷ്ടതകളോ അവരുടെ ജീവിതത്തിലില്ല, പക്ഷേ അവർക്ക് ദൈവികമായ ഒരു ഭാവി കാണാനുള്ള കാഴ്ചപ്പാട് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വലിയ സമ്മർദ്ദങ്ങൾ അവരുടെ ആത്മീക കാഴ്ചകളെ മൂടിക്കെട്ടിക്കളയുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രൂശിക്കപ്പെടുന്ന വേളയിൽ യേശുവിൻ്റെ കണ്ണുകളിൽ ഒരു തുണി കെട്ടിയിട്ട് യേശുവിനെ തല്ലിക്കൊണ്ട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹേ ക്രിസ്തുവെ പ്രവചിക്കുക, നിന്നെ തല്ലിയതാര്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരമുള്ളതായൊരു പീഡനം എന്തിനു സഹിച്ചു? എവിടേക്കോ കാലങ്ങൾ കൊണ്ട് തെറ്റായ അന്ധവിശ്വാസങ്ങളുടെയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതായ തെറ്റായ കുറച്ച് ബോധ്യങ്ങളുടെയും
വല്ലാത്ത കെട്ടുപാടുകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കണ്ണുകളിലെ വല്ലാത്ത അന്ധതകളെ അഴിച്ചു കളയേണ്ടതിനാണ് യേശു നമുക്ക് വേണ്ടി ആ സഹനവും ആ ത്യാഗവും സഹിച്ചത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ദർശന നഷ്ടത്തിൻ്റെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നീ രക്ഷപ്പെടുമോ എന്ന് ആരിൽ നിങ്ങളോട് ചോദിച്ചാൽ, അയ്യോ എനിക്കറിയാൻ വയ്യ എന്നുള്ള ഉത്തരമല്ല പറയേണ്ടത്. യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടപ്പെട്ടവനായി കർത്താവ് എനിക്ക് വേണ്ടി അടികളേറ്റതിനാൽ എൻ്റെ കണ്ണുകൾക്കകത്ത് പ്രകാശം വരും, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പുതിയൊരു ഭാവി ഉദയം ചെയ്യും. ഇത് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇസ്രായേലിലെ അടിമച്ചങ്ങലകളെ പൊട്ടിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് മോശ എന്നായിരുന്നു. നിങ്ങൾക്കെല്ലാം ആ ഒരു ചരിത്രകാലത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണകളുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ സവിസ്തരമായ കാര്യാദികളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ദൂത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. മോശ മരുഭൂമിയിൽ ഒരു ദിവസം ആട് തീറ്റാൻ പോകുമ്പോൾ ഒരു കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു. മോശ എന്ന് പറയുന്ന മനുഷ്യന് മാത്രമല്ല മരുഭൂമി തീരെ എഴുതപ്പെട്ടിരിക്കുന്നത്. ആടുകളെ വളർത്തുന്ന ആ കാലഘട്ടത്തിൽ ഏത് വ്യക്തിക്കും മരുഭൂമിയിലാണ് ആട് തീറ്റാൻ പോകാം. സ്വാഭാവികമായും മറ്റിടയന്മാർക്കും ആ കാഴ്ച വേണമെങ്കിൽ കാണാമായിരുന്നു. പക്ഷേ മരുഭൂമിയിൽ കത്തുന്നൊരു തീ അവർ സാധാരണ ഒരു കാഴ്ചയായി അതിനെ കണ്ടിട്ട് കടന്നുപോയി. പക്ഷേ മോശ നിന്നു. ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, പലരും കണ്ടിട്ടും ഒഴിവാക്കി കടന്നുപോയ ഏതൊക്കെയോ കാഴ്ചകളുടെ അരികിൽ നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതിനെ വ്യക്തതയോടുകൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതിലെന്തോ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി തെളിയുന്നുണ്ട്. അതിനെ കണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ. മോശ നിന്നു. മറ്റുള്ളവർ കണ്ടിട്ടും ചുവടടികൾ വെച്ച് മുന്നോട്ട് പോയ ഒരു വലിയ കാഴ്ചയുടെ മുമ്പിൽ മോശ പ്രത്യേകമായി നിന്നു. അവൻ്റെ കാലുകൾ അവിടെ നിശ്ചലമായി, അവൻ്റെ കണ്ണുകൾ അതിലേക്ക് ഉടക്കുവാൻ തുടങ്ങി. ആ കാഴ്ചയാണ് മോശയുടെ ജീവിതത്തിലെ ആത്മീക യുഗത്തിൻ്റെ താക്കോലായി മാറിയത്. കാഴ്ച അതൊരു വലിയ സംഭവമാണ്. കാണുക അത് വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ താക്കോലായി മാറുകയാണ്. മോശ നിന്നു. ഇവിടെയാണ് വലിയൊരു സത്യം. അത്ഭുതങ്ങൾ കാണുന്നവർ വലിയവരല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, അത്ഭുതങ്ങൾ കാണുന്നവർ വലിയവരല്ല, പക്ഷേ അത്ഭുതങ്ങളെ ശ്രദ്ധിക്കുന്നവർ വലിയവരാണ്. ആമേൻ. ഞാനതൊരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, അത്ഭുതങ്ങൾ കാണുന്നവർ വലിയവരല്ല, പക്ഷേ അത്ഭുതങ്ങളെ ശ്രദ്ധിക്കുന്നവർ വലിയവരാണ്. ജീവിതത്തിൽ ദൈവം പലപ്പോഴും സംസാരിക്കുന്നു. ഒരവസരത്തിലൂടെയാണ് അവൻ്റെ സംസാരം വരുന്നത്. പലപ്പോഴും ഒരു വചനത്തിലൂടെയാണ് ആ ശബ്ദം നമ്മുടെ നേരെ വരുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഇടപെടലിലൂടെയാണ് ആ തമ്പുരാൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പരാജയത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരു രോഗത്തിലൂടെ പോലും കർത്താവ് ഇടപെടും. പക്ഷെ പലരും ശ്രദ്ധിക്കുന്നില്ല. മോശയെ നേതാവാക്കിയത് അവൻ്റെ കഴിവല്ല, അവൻ്റെ ശ്രദ്ധയായിരുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലേ, നീ കടന്നു പോകുന്ന നിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സവിസ്തരമായി എന്തോ ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട നിലയിൽ നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നീ ഇന്ന് രാവിലെ അത് കണ്ടിട്ട് കാണാത്തൊരന്ധനായിരിക്കാതിരിക്കേണ്ടതിന് കർത്താവേ, നിൻ്റെ തുപ്പൽ എൻ്റെ കണ്ണിൽ പുരട്ടണമേ എന്ന് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ ശ്രദ്ധിക്കേണ്ടതിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ, ഞാൻ കാണേണ്ടത് കാണുവാൻ, ഞാൻ കേൾക്കേണ്ടത് കേൾക്കുവാൻ, ഞാൻ തൊടേണ്ടതിനെ തൊടുവാൻ, കർത്താവേ ഞാൻ അനുഭവിക്കേണ്ടത് അനുഭവിക്കുവാൻ, ഞാൻ പിടിച്ചെടുക്കേണ്ടത് പിടിച്ചെടുക്കുവാൻ, എൻ്റെ ഈ ജീവിത നിമിഷങ്ങളെ നീ ധന്യമാക്കണമേ എന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രവചന ദൂത് നമ്മളോട് പറയുന്നതാണ്, നീ ഇപ്പോൾ കടന്നു പോകുന്ന നിന്റെ ലൈഫിനകത്ത് ദൈവം നിന്നെ വ്യക്തമായി നിന്നോട് ഇടപെടുന്ന ഒരു സമയത്തിലാണ് നീ ആയിരിക്കുന്നത്. ദൈവം നിന്നെ വ്യക്തമായി രൂപപ്പെടുത്തുന്ന ഒരു പ്രത്യേക സെഗ്മെന്റിലാണ് നിന്റെ ലൈഫ് ഇപ്പോൾ ആയിരിക്കുന്നത്. നീ അതിനകത്ത് കണ്ടിട്ടും കാണാത്തവനെ പോലെ പോകരുത്, കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ ഒഴിഞ്ഞു പോകരുത്. ഒരു ദൈവപ്രവൃത്തി നിന്റെ അരികിൽ വെളിപ്പെടുകയാണ്. മോശയുടെ ശുശ്രൂഷ കാലഘട്ടങ്ങൾ പര്യവസാനിക്കുവാൻ തുടങ്ങുന്ന വേളയിൽ ആ ശുശ്രൂഷ അടുത്ത അനന്തരാവകാശിയായി വരുന്നത് യോശുവയാണ്. അവർക്ക് ദൈവം വാഗ്ദത്തമായി കൊടുക്കുവാൻ പോകുന്ന ദേശം ഉറ്റുനോക്കുവാൻ 12 പേരെ മോശ അയച്ചു. അതിൽ യോശുവയും കാലേബും എന്ന് പറയുന്ന 2 വ്യക്തികളുണ്ടായിരുന്നു. 12 ചാരന്മാർ വാഗ്ദത്ത ദേശം കണ്ടു. പക്ഷേ 2 കൂട്ടരും കണ്ടത് 2 ലോകങ്ങളാണ്. അതിൽ 10 പേർ കണ്ടൊരു ലോകം വേറെ, യോശുവയും കാലേബും കണ്ട ലോകം വേറെ. 10 പേർ പ്രശ്നങ്ങളെ കണ്ടു, പക്ഷേ 2 പേർ സാധ്യതകളെ കണ്ടു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 10 പേർ പ്രശ്നങ്ങളെ കണ്ടു, എന്നാൽ 2 പേർ സാധ്യതകളെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 പേർ ആ ദേശത്തുള്ള വലിയ ഭീമന്മാരായിരിക്കുന്ന അനാഖ്യ മല്ലന്മാരെ കണ്ടു. പക്ഷേ ആ ദേശത്ത് 2 പേർ മാത്രം ദൈവം അവരെ നമ്മുടെ കയ്യിൽ വെട്ടിക്കിളിയെ പോലെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ച കണ്ടു. ശ്രദ്ധിക്കുക, എല്ലാവരും ഒരേ ദേശം കണ്ടു, എന്നാൽ എല്ലാവരും ഒരേ കാര്യം കണ്ടില്ല. ഐ റിപ്പീറ്റ്, എല്ലാവരും ഒരേ ദേശത്ത്
എല്ലായിടത്തേക്കും നോക്കി. എല്ലാവരും ഒരു ദേശം കണ്ടു, പക്ഷേ എല്ലാവരും ഒരേ കാര്യം തന്നെ കണ്ടില്ല. കാരണം ജീവിതത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയല്ല. ജീവിതത്തെ നാം വിലയിരുത്തുന്നത് നമ്മൾ പുറമേ കാണുന്ന കാഴ്ചകളിലൂടെയല്ല, അത് കാണുന്നത് നമ്മുടെ വിശ്വാസത്തിലൂടെയാണ്. ഹല്ലേലൂയ. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, കുഞ്ഞെ നിന്റെ ഇന്ന് പകലത്തെ നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം കൺമുമ്പിൽ നിൽക്കുമ്പോൾ അയ്യോ അവിടെ പ്രശ്നമാണ്, അയ്യോ ഞാൻ എന്ത് ചെയ്യും, അയ്യോ അവരോട് ഞാൻ എന്ത് മറുപടി പറയും, ഇങ്ങനെയുള്ളതായ നൂറ് കാര്യങ്ങൾ, സംശയങ്ങൾ, ആവലാതികൾ, വാക്കുകൾ ഉടലെടുക്കുമ്പോൾ മനസ്സിലാക്കുക, നീ ഒരു വിഷയത്തെ നെഗറ്റീവായി വിലയിരുത്തുന്ന വാഗ്ദത്ത ദേശം ഒരു അസാധ്യമെന്ന് പറയുന്ന ആ 10 പേരുടെ ഗണത്തിലാണ് പെട്ടിരിക്കുന്നത്. പക്ഷെ ഒരു ദൈവ പ്രവൃത്തി ഞാൻ കാണുന്നു. എന്റെ പ്രാർത്ഥനയുടെ ഒരു മറുപടി ഇതിനകത്തേക്ക് കയറാൻ പോകുന്നു. യേശുവിന്റെ രക്തം ഇതിനകത്തേക്ക് ഒഴുകാൻ പോകുന്നു. ദൈവദൂതന്മാർ ഈ തടസ്സങ്ങളെ എനിക്ക് വേണ്ടി നീക്കാൻ പോകുന്നു. ഈ വിധത്തിലൊരു ദൈവ പ്രവൃത്തിയെ ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, ഈ വാഗ്ദത്ത നാടിനെ വിഭാഗിക്കുവാൻ യോശുവയെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ അടുത്ത ദൈവ പ്രവൃത്തിയുടെ ഊഴം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും കടന്നു വരാൻ പോകുന്നത്. ഞങ്ങളുടെ ദൈവമേ, സ്നേഹനിധിയായ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ കടന്നു വന്ന് നിൽക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുകയും ഞങ്ങളെ തൊടുകയും ചെയ്യുന്ന വേദിയാണല്ലോ ഇത്. കർത്താവേ, അങ്ങയുടെ തുപ്പലുകൾ കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ തൊടണമേ, ഞങ്ങളുടെ ഹൃദയത്തെ തൊടണമേ. ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് അറിയണം. ഇന്ന് വരെ ഞങ്ങളെല്ലാം കാണുന്നുവെന്ന് കരുതിയതിനേക്കാൾ അപ്പുറത്ത് വിശാലമായൊരു ലോകമുണ്ടെന്ന് അന്ധതകൾ മാത്രം കണ്ട കണ്ണുകൾക്ക് പുതിയ കാഴ്ചകൾ കാണുവാനുള്ള ശേഷിയെ ഇന്ന് രാവിലെ തുറക്കണമേ. കർത്താവേ, ഹൃദയാന്ധതകളെ മാറ്റണമേ, തിമിരാന്ധതകളെ മാറ്റണമേ. മനുഷ്യ മനസ്സുകൾക്കകത്ത് മൂടിക്കിടക്കുന്ന ദോഷത്തിൻ്റെ, കയ്പിൻ്റെ, കാപഢ്യതകളുടെ, അഹന്തകളുടെ എല്ലാ കറുത്ത കരുനിഴലുകളെയും ഒഴിവാക്കി തരണമേ. ഞങ്ങളുടെ കണ്ണുകളിൽ മഹിമയുടെ തേജോമയനായ ക്രിസ്തുവിൻ്റെ തേജസ് പുനർജനിക്കുന്ന അനുഗ്രഹീത നിമിഷത്തിൻ്റെ സാക്ഷ്യനേരമായി കർത്താവേ ഇതിനെ രൂപാന്തരപ്പെടുത്തുമാറാകണമേ. നാഥാ, ദൈവകൃപ എല്ലാവരുടെ മേലും ഇന്ന് രാവിലെ പകരപ്പെടട്ടെ. നാഥാ, വിശ്വാസം അനേക ഹൃദയങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു, ധൈര്യം ഒത്തിരി ഹൃദയങ്ങളിൽ വന്നിരിക്കുന്നു. യേശു എല്ലാവരെയും തൊട്ടിരിക്കുന്നു. ഈ സമാധാനം എല്ലാവരിലും നിലനിൽക്കട്ടെ, ഈ സ്വസ്ഥത എല്ലാവരുടെ മേലും വാഴട്ടെ. ഞാനിവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ മക്കളെ, ഈ കഴിഞ്ഞ എപ്പിസോഡിലും ഇന്നും ഇതേ വിഷയമാണ് കർത്താവ് സംസാരിച്ചത്. ഈ ടോപ്പിക്ക് തീരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ദൈവം എൻ്റെ കയ്യിൽ തന്നേക്കുന്നത് അസാധാരണമായൊരു വെളിപ്പാടാണ് ഈ വിഷയത്തെക്കുറിച്ച്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ചൊന്ന് സംസാരിച്ചാണ് ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത്. ഇനി നാം മുന്നോട്ട് പോവുകയാണ്. നാളെ ഇതിൻ്റെ ബാക്കി നിങ്ങളോട് ഞാൻ സംസാരിക്കും. പ്രാർത്ഥനയോടെ ഇത് കേൾക്കുവാൻ നിങ്ങൾ കാത്തിരിക്കണം. ഈ പ്രവചനദൂത് ഒരുപാട് പ്രാർത്ഥനയുടെയും ഒരുപാട് ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചതിൻ്റെയും ഫലമായിട്ടാണ് ജന്മമെടുക്കുന്നത്. പെട്ടെന്ന് ഓടി വന്ന് എന്തോ ചെയ്യില്ലല്ല, കൃത്യമായി ദൈവസന്നിധിയിൽ തയ്യാറെടുത്തും വളരെ പ്രാർത്ഥിച്ചും ഒരുപാട് കണ്ണീരൊഴുക്കിയുമാണ് ഓരോ ദൂതുകളും കർത്താവിൽ നിന്നും പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ എല്ലാവരിലും എത്തണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കർത്താവ് അത് നമ്മളിലൂടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനോടകം നമ്മുടെ ഓരോ എപ്പിസോഡുകളും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെയും ഓരോ ഷെയറുകളും അനേകർക്ക് ഈ വചന കേൾവി കൂടുതൽ സന്തോഷത്തോടെ അനുഭവിക്കുന്നതിന് കാരണമായി തീരും. നിങ്ങളത് ചെയ്യില്ലേ? കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്ന ഈ ദൗത്യത്തിൽ എൻ്റെ കൂടെ ഒരു കൈത്താങ്ങായിട്ട് നിങ്ങളുണ്ടാകില്ലേ? ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളെ ചെയ്യണം, മറ്റുള്ളവർക്ക് ഇത് എത്തിക്കണം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.